തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പിന്നും മറയത്തൊളി കണ്ണും കളിയൂ ഞാനാടുന്നേ ഇടനാടിയില മതിയാവിൽ ഒരു നാളിലും ഈ നല്ലൊരു നേരം ഇതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാ നെഞ്ചം കണി കണ്ടേ നിറയേ മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാ നെഞ്ചം കണി കണ്ടേ നിറയേ കാണുന്നതിലെല്ലാം മഴവില്ലുള്ളതുപോലെ പുലരുളിയുടെ കസവഴിയണ മലരുകളുടെ രസനടനം മനസ്സുകളുടെ പ്രണയക്കുളിരും പാകുന്നൊരു പെൺമയിലായി മാറാനുള്ളിൽ കൊതിയില്ലേ സഖിയേ കാണാതൊരു കിളിയെങ്ങോ കൊഞ്ചുന്നതുപോലെ പുതുമഴയുടെ കൊലുസിളകിയ കനവുകളുടെ പദചലനം മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. എല്ലാവർക്കും സ്വാഗതം. ഒന്നാന്തര കുറിച്ചിക്കൂട്ടത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാവരെയും എന്റെ ഗ്രൂപ്പിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ കണ്ടുമുട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിൽ അതായത് എൻ്റെ അച്ചാച്ചൻ പിന്നെ അതിനുശേഷം ബാക്കി എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട് എന്താണ് ഒരു മാസം പോലും. അപ്പോൾ ഇവരെല്ലാവരും നമുക്ക് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അതുപോലെ നമ്മുടെ കൂടെ കളിക്കൂട്ടുകാരായിട്ടുണ്ടായിരുന്ന ഒരുപാട് പോയിട്ടുണ്ട്. അവരെല്ലാവരും നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ ഈ നിമിഷം അവരും അവരെ ആത്മാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ അവസരത്തിലൂടെ ഉണ്ടാവും. മാതൃ സാന്നിധ്യം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ സാന്നിധ്യം, അല്ലെങ്കിൽ ഒരു HMന്റെ സാന്നിധ്യം അതിൽ നമുക്ക് ഇന്ന് കിട്ടിയെന്നുള്ളത് നമ്മുടെ ഒരു മഹാഭാഗ്യമാണ്. സ്ഥലം പിന്നെ പുഞ്ചവയൽ, അഴീക്കോട് പുഞ്ചവയൽ. പിന്നെ കുട്ടികൾ 4 ആള്. ഞാൻ പൗർണമി ചാലോടാണ് താമസിക്കുന്നത്. എനിക്ക് 2 മക്കളാണ്, മോളും ഒരു. ഇല്ല, ഞാനൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് മാഷായിരുന്നു, റിട്ടയർ ചെയ്തു. എൻ്റെ പേര് മീന പങ്കൻ. ഞാൻ അഴീക്കോട് ഒന്നേ ഇപ്പം നീങ്ങുന്ന 24 വർഷമായി. പിന്നെ എനിക്ക് 2 പെൺകുട്ടികളാണ്. 2 പേരെയും കല്യാണം കഴിഞ്ഞു. 2ആൾക്കും, ഒരാൾക്ക് 1 വാവ, ഒരാൾക്ക് 2 വാവ. എല്ലാവരും സുഖമായിരിക്കുന്നു. പിന്നെ അതിന് ഞാൻ ബാങ്കിലൊരു പ്യൂണായിട്ട് കുറേ വർഷം വർക്ക് ചെയ്തു. എല്ലാവരും കണ്ടതിൽ നല്ല സന്തോഷം. എല്ലാവരും
നല്ല ഇതിൽ എന്നെ മുന്നോട്ട് പോട്ടെ. അരയ്ക്കാൻ റീന പിന്നെ ഹൈവേയിലാണ് കല്യാണം കഴിച്ചിട്ടുണ്ട്. ശ്രീകുമാർ ഭർത്താവ് പിന്നെ ഒരു മോളാണ്. മോൾക്ക് ബാങ്കിങ് ജോലി. എൻ്റെ പേര് പർവ്വന. ഞാനിപ്പോൾ താമസിക്കുന്ന അടുത്തുകയാണ്. വീടെടുത്തിട്ട് ഭർത്താവിൻ്റെ മക്കളില്ല. നമ്മൾ കുട ഉണ്ടാക്കും. കുടൻ്റെ സീസണിൽ നല്ല തിരക്കുള്ള പണിയാണ്. നല്ല ഓട്ടമാണ്. പിന്നെ പേപ്പർ പേന, പിന്നെ ക്ലീനിങ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. പിന്നെ 2 മക്കളാണ്. ജോലി അതാ നല്ലതല്ലേ. ഞാൻ പാലാട്ടാണ് താമസിക്കുന്നത്. തടിയിൽ വീട് പിന്നെ ഒരു മോളാണ്. പിന്നെ അതിന്റെ പ്രദീപൻ നല്ലൊരു തെയ്യം കലാകാരനാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. തന്നെയാണ്. ഇപ്പൊ കപ്പക്കട താമസിക്കണം. 2 മക്കള്. എന്റെ പേര് സതീശൻ. 2 ആൺകുട്ടികളാണ്. ഒരാള് ഷാർജയിൽ വർക്ക് ചെയ്യുന്നു, മറ്റൊരാള് നാട്ടിൽ വർക്ക് ചെയ്യുന്നു. ഭാര്യയ്ക്ക് ഈ കുസൃതി കൂട്ടത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിന് ഒരു മഹാഭാഗ്യമായി കരുതുന്നു. ഈ കൂട്ടായ്മ എന്ന് നിലനിർത്തട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ അശോകൻ ചേരൻ. കല്യാണം കഴിച്ചത് വായ്പറമ്പിൽ. 2 ആൺകുട്ടികളാണ്. ജീവിതത്തിൽ യാതൊരു അത് അവസാനം പറഞ്ഞിട്ട് 2 ആൺകുട്ടികളാണ്. അക്ഷയ് നവദേവ്. അക്ഷയ് ഇപ്പോൾ ഉപയോഗിക്കുന്ന അവർ നാട്ടിൽ വന്നിട്ടുണ്ട്. മറ്റേ വേറെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ഗിരീഷ്. വൈച്ചാല താമസിക്കുന്നത്. ഭാര്യയുടെ പേര് ജയശ്രീ. ഇവരാണ് ഭാര്യ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ടീച്ചറാണ്. 2 മക്കളാണ്. ഒരു മകനും ഒരു മകനും. മകൻ കുസാരിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. മകള് +1. രാജേന്ദ്രൻ കക്കരെ. ഒരാളെ കുന്നിന്റെ താഴെയാണ് സ്വന്തം വീട്. ഇപ്പം വായ്പറമ്പ് താമസിക്കുന്നു. വൈഫ് ചിന്മയാവിദ്യയിലെ ടീച്ചറാണ്. മക്കള് 2 പേര്. പിന്നെ മൂത്തത് മോള്, അവള് KMCTയിൽ പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ മോൻ ബിടെക്കിനെ പഠിക്കും. ഞാൻ വാട്ടർ അതോറിറ്റി കോൺട്രാക്ടർ. എൻ്റെ പേര് വേണുഗോപാൽ. ഞാൻ ആദ്യം താമസിച്ചത് ഇവിടെ പള്ളിക്കുന്നുംപുറം താഴേക്കാവിൻ്റെ തൊട്ടുപരിലാണ്. ഇപ്പോൾ താമസം കളിപ്പറമ്പ് കുയ്യം. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് കാഞ്ഞിരങ്ങാട് പ്ലൈവുഡ് ഫാക്ടറിയിലാണ്. എനിക്ക് ഒരു ഭാര്യയും 2 മക്കളും. മോനെ എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഗുജറാത്തിലാണ് ഉള്ളത്. മോൻ്റെ കല്യാണം കഴിഞ്ഞു. മോള് BCom കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലുണ്ട്. ഭാര്യ വീട്ടിൽ തന്നെ കുടുംബിനിയാണ്. നിർമ്മൽ ചോറൻ. ഭാര്യ ഹൗസ് വൈഫ്. ഒരു മോളാണ്. കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട്. 2 വയസ്സായി. പിന്നെ മോള് ഇപ്പം പ്രോപ്പർട്ടി വേണ്ടി ട്രെയിനിങ് പോയി. വീട് ചാലില് വീട് വർക്ക് ചെയ്തു. ഞാൻ അഴീക്കോട് അത്ലറ്റ് സ്കൂളിലെ ശാര ടീച്ചറുടെ മകനാണ്. എല്ലാവർക്കും അറിയുന്ന മാത്രം ഒന്നും കൂടി പറയുന്നു. ഒരു ഭാര്യയല്ല, വേണൂര് ഹതഭാഗ്യനാണ്. ഒറ്റ ഭാര്യ, ഒരു മോള്. ഭാര്യ അഴീക്കോട് ഹൈസ്കൂളിലെ ടീച്ചറാണ്. മിനി എന്നാണ് പേര്. മോള് ബിടെക്കിൽ പഠിക്കുന്നു എറണാകുളത്ത്. എൻ്റെ പേര് വസന്തകുമാരി. ഞാൻ അഴീക്കോട് ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആയിരുന്നു. പിന്നെ എനിക്ക് 2 ആൺകുട്ടികളാണ്. ഒരുത്തൻ അമേരിക്കയിലുണ്ട്, ഒരുത്തൻ നാട്ടിൽ തലശ്ശേരിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ദിനേശൻ പെരുകൊണ്ടാന്ന് പറയും. പിന്നെ ജഗു പറഞ്ഞ പോലെ പറഞ്ഞല്ല, ഒരു ഭാര്യ കൂടി കൂട്ടാൻ വേണ്ടി വിടുന്നില്ല. 2 മക്കളാണ്. മൂത്ത മോള് നാളെ ജോലിക്ക് പ്രവേശിക്കുന്നു. MBA LLB കഴിഞ്ഞ് MBA നാളെ ബാംഗ്ലൂർ ജോലിക്ക് പ്രവേശിക്കുന്നു. 2ാമത്തെ ആൾ ഒരു 14 വർഷത്തിൻ്റെ ഗ്യാപ്പിലാണ്. അപ്പോൾ അയാൾ ആണാണ്. അഴീക്കോട് ഹൈസ്കൂളിൽ 9ൽ പഠിക്കുന്നു. അപ്പോൾ പിന്നെ അംഗീകാരങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പോപ്പുലർ അക്കാദമീൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പെരുങ്കളിയാട്ടം കഴിഞ്ഞിട്ട് കോവിലത്ത് വെച്ച് വീരശൃംഖല കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പേര് വിവേക് കുമാർ. കല്യാണം കഴിഞ്ഞു. ഒരു മോനുണ്ട്. ഭാര്യ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതാണ്. എൻ്റെ ജോലി അവശ്യ സർവീസാണ്. ഗ്യാസാണ്. ഇന്ത്യൻ ഗ്യാസിൻ്റെ ഡെലിവറി ബോയാണ്. ഗ്യാസ് എപ്പം വേണമെങ്കിലും ഞാൻ തരാം. അത് ആരാവശ്യപ്പെട്ടാലും. എൻ്റെ വീട് ഇതിൻ്റെ അടുത്ത് ചന്ദ്രോത്ത്. ഞാനിപ്പം താമസിക്കുന്നത് കണ്ണമരം മൊട്ടമലാണ്.
എൻ്റെ ഭർത്താവ് ഇപ്പം നാട്ടിൽ തന്നെ ഉണ്ട്. എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്തോള് ഹൈദരാബാദിൽ ജോലി ചെയ്യുന്ന ടീച്ചറായിട്ട്, രണ്ടാമത്തെ ആള് ഇപ്പം എറണാകുളത്തുള്ളത് ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നിപ്പം എല്ലാവരുടെ കൂട്ടത്തിലും എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചതിൽ വളരെയധികം സന്തോഷം. എറണാകുളത്ത് എല്ലാവർക്കും അറിയായിരിക്കും. മകള് 3 2 പെൺകുട്ടി 1 ആൺകുട്ടിയാണ്. ആൺകുട്ടി ഖത്തറിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. പെൺകുട്ടികൾ ജോലിയൊന്നും നടക്കുന്നില്ല. എല്ലാവരും ഡിഗ്രി കഴിഞ്ഞിട്ട് വീട്ടിലുണ്ട്. കുട്ടികളെല്ലാവരും ഉമ്മാമയായിട്ട് ഇരിക്കുന്നില്ല. ഞാൻ ഫസിൻ്റെ അരീക്കോട് എസ് ലക്ഷ്മി മാസം മകളാണ്. കല്യാണം കഴിച്ചത് വടകരയാണ്. ഹസ്ബൻഡ് വടകരയാണ്. 2 മക്കളാണ്. ആൺകുട്ടി എന്തായാലും എല്ലാ ബിസിനസ്സാണ്. ഞാൻ അജിത, ഒരു ഭർത്താവും 2 കുട്ടികളും മുടങ്ങും. ഞാൻ ഭർത്താവിൻ്റെ പേര് ബാബു. 2 കുട്ടികളാണ്. ഒരു മോള് 1 മോനും. മോള് എംടെക് എല്ലാം കഴിഞ്ഞിട്ട് ജോലി ചെയ്തോണ്ട് അങ്ങനെ എറണാകുളത്ത് കല്യാണം കഴിഞ്ഞിട്ട് എറണാകുളത്തല്ല. മോൻ ബിടെക് ആയിട്ട് 4 വർഷം ബാംഗ്ലൂർ ജോലി ചെയ്തു. ഇപ്പോൾ വർക്ക് ഫ്രം ഹോമായിട്ട് വീട്ടിലുണ്ട്. താമസം. പിന്നെ ഒരു മകളുണ്ട് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന. ഭാര്യ കൂടെ കസ്തൂർബയിലെ ടീച്ചറാണ്. പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യുന്നത്. 1 വർഷമായുള്ളൂ പെട്രോൾ പമ്പില്. ഭാര്യന്റെ പേര് കവിത. ഒരു മോനും ഒരു മോനും. മോൻ്റെ രണ്ടാമത്തെ കുട്ടിയായിരുന്നു. മോന് ആണ് 2 മോന്. മോക്ക് 2 കുട്ടികളുണ്ട്. ജയശ്രീ. ഭർത്താവിൻ്റെ 3 കുട്ടികളുണ്ട്. മോളെ കല്യാണം കഴിഞ്ഞു. 2 ആൺമക്കൾ ഇലക്ട്രീഷ്യൻ്റെ പണി. വീടിരുന്നാവും. എൻ്റെ പേര് ജ്യോതിയാണ്. ഞാൻ വളർത്താഴായിരുന്നു. ഇപ്പം ഭർത്താവിൻ്റെ കഴിഞ്ഞിട്ടില്ല. ഞാൻ സഹകരണ സ്ഥാപനത്തിൽ സെക്രട്ടറിയായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. മോള് ആയുർവേദ ഡോക്ടർ അബുദാബിയിലെ. നമ്മുടെ സജ്നിയുടെ പിറന്നാളാണ് നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത്. അപ്പോൾ പിന്നെ അതിന്റെ കേക്ക് കൊണ്ടുവന്നിട്ട് എങ്ങനെയാ ചെറുതായിട്ട് തുടങ്ങിയാൽ കാരണം ഇത് എല്ലാവരും എത്തിക്കണമെങ്കിൽ കുറച്ച് പാടാണ്.
കൃഷ്ണ നീ മധുരയ്ക്ക് പോകുന്നുവത്രേ. പുൽത്തേരുമായി നിന്നെ ആനയിക്കാൻ ക്രൂരനെത്തിഞ്ഞത്രേ. നാഥനല്ലാതെ ഞാൻ എൻ്റെ ഉമ്മറത്തിന്നയിലിരിക്കേ. രഥചക്രഘോഷം കുളമ്പൊച്ച ഞാൻ എൻ്റെ മിഴി പൊക്കി നോക്കിടും നേരം. നൃപചിഹ്നമാർന്ന കൊടിയാടുന്ന തേരിൽ നിറത്തിങ്കൾ പോൽ വിളങ്ങുന്നു. കരയുന്നു കൈനീട്ടി ഗോപിമാർ, കേണുനിൻ പിറകെ കുതിക്കുന്നു പൈക്കൾ. തിരുമിഴികൾ രണ്ടും കലങ്ങിച്ചു വന്നു നീ അവരെ തിരിഞ്ഞു നോക്കുന്നു. ഒരു ശിലാബിംബമായി മാറി ഞാൻ മിണ്ടാതെ അറിയാതെ ഞങ്ങാതിരിക്കേ. അറിയില്ല എന്നെ നീ എങ്കിലും കൃഷ്ണ നിന്റെ തന്റെ കുടിയിൽ മുന്നിൽ മാത്രം നിൽക്കുന്നു. കണ്ണീർ നിറഞ്ഞ രാത്രികൾ എന്നെ അടുത്തത് തെന്നലേ ഇതുവഴി വന്നിടുന്നു. കാത്തു കാത്തിരിക്കും ഞാൻ നാട്ടുവക്കിലെന്ന്. കാത്തു കാത്തിരിക്കും. എത്ര നാൾ കഴിഞ്ഞു പോയി, എത്ര കഴിഞ്ഞു പോയി തെന്നലേ ഇതുവഴി വന്നിടാപ്പു ചൂടി ആതിരാനിലാവിൽ ആരുമാരും കാണാൻ. കൗമാരം കൊരുത്തതണീ മാല്യം, കാമമാങ്കുരങ്ങിൻ മാറിൽ വീണലിഞ്ഞ നിർമാല്യം ഞാൻ നിർമാല്യം. കാദംബരി പുഷ്പസദസിൽ കൗമാരം കൊരുത്തതണീ മാല്യം. എന്തിനീ തെരുവിൽ നിന്നെടുത്തു എന്നെ ചിറകുകൾ പൊതിഞ്ഞു. എന്തിനീ തെരുവിൽ നിന്നെടുത്തു എന്നെ എന്തിനീ ചിറകുകൾ പൊതിഞ്ഞു. സ്വർഗസോപാനത്തിൽ നിന്നു നീ എന്തിനീ മദനയിൽ എന്തിനീതിൽ പനി നീ കളിച്ചു. വീണ്ടും എന്തിനീതളുകൾ മുളച്ചു. പുഷ്പതുണീരവം കൊണ്ടു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവള്ളം തുഴയാൻ. കരളിലുറങ്ങും കതിർ കാണാ കിളി കാത്തിരിപ്പൂ നിന്നെ ചക്കരപന്തലിലെ മഴ ചൊരിയും ചക്രവർത്തി കുമാരാ. വീണുടയാതെ ഇരിക്കാൻ ജീവിത വീണതരാം ഞാൻ കയ്യിൽ. കനക സ്മരണകൾ നീട്ടിയ നെയ്ത്തിരി കാഴ്ച വയ്ക്കാം മുന്നിൽ. ഹൃദയം നിറയെ സ്വപ്നവുമായി നീ മധുരം കിള്ളി
തരുമോ വിജനനദാഗ്രഹവ്യാധിയിൽ വരുമോ വീണമീട്ടി തരുമോ വീണമീട്ടി തരുമോ ശർക്കര പന്തരിതേ മഴ ചൊരിയും ചക്രവർത്തി കുമാര അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു ശ്രാവണ ചന്ദ്രിക ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു ശ്രാവണ ചന്ദ്രിക ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു കദളി ചെങ്കദളി വേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണോ പൂക്കാരാ ഒരു വട്ടം കോരിയെന്നോർമകൾ നെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം ഒരു വട്ടം കോരിയെന്നോർമകൾ നെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നോരാ നെല്ലി മരമൊന്നൂലുത്തുവാൻ മോഹം മരമൊന്നൂലുത്തുവാൻ മോഹം അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചിന്നെടുത്ത് അതിലൊന്ന് തിന്നുവാൻ മോഹം സുഖമേഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ചെന്ത് മധുരമെന്നോതുവാൻ മോഹം എന്ത് മധുരമെന്നോതുവാൻ മോഹം ഒരു വട്ടം കൂടി ആ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം पंजाब सिंध गुजरात मराठा